ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്കൊരു അടിപൊളി ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി കാണാം കേട്ടോ. ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും കേട്ടോ. ഈ റെസിപ്പി ഫോളോ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. കണ്ടോ, നല്ല ബോൾ പോലെയുള്ള ഉണ്ണിയപ്പം. ഇനി നമുക്ക് അധികം താമസിയാതെ ഇൻഗ്രീഡിയൻസ് കാണാം കേട്ടോ. അപ്പോൾ 2 കപ്പ് അരി വെള്ളത്തിലിട്ടതാണ് കേട്ടോ. കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും വെള്ളത്തിലിടുക. അതിനുശേഷം 1 കപ്പ് ശർക്കര, പിന്നെ ഒരു റോബസ്റ്റ പഴം. ഇത്രയാണ് കേട്ടോ നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് പഴം ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 10 ഏലക്കയുടെ കുരു ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ശർക്കര ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിത് 2 ബാച്ചായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. കാരണം ഒറ്റയടിക്ക് ഇത് അരച്ച് കിട്ടില്ല. അപ്പോൾ നമ്മൾ 2 ബാച്ചായിട്ട് അരച്ചെടുക്കുക. പകുതി ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അരിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അരച്ച് കഴിയുമ്പോൾ ഇതിനകത്ത് ശർക്കര ഉള്ളത് കൊണ്ട് തന്നെ അരഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നല്ല ലൂസായിട്ട് വരും കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി അരി ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇപ്പോൾ നോക്കിക്കേ, നല്ല രീതിയിൽ ഇത് കണ്ടോ, നല്ല ലൂസായിട്ടിരിക്കുന്നത്. നമുക്കിതിനകത്തേക്ക് ബാക്കിയുള്ള അരിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടങ്ങ് അരച്ചെടുക്കുക. നമുക്കൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കണ്ടോ, ഇപ്പം നല്ല തിക്കായിട്ടുള്ള ഒരു ബാറ്ററാണ് ഇരിക്കുന്നത്. നമുക്കിത് കുറച്ച് ഒരു ദോശ മാവിൻ്റെയൊക്കെ പരുവമുണ്ടല്ലോ, ആ ഒരു പരുവത്തിനാണ് കേട്ടോ നമ്മളിത് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതിപ്പോൾ ഇത്തിരി കട്ടിയായിട്ട് തോന്നുന്നതുകൊണ്ട് തന്നെ ഞാൻ ആ ജാറൊന്ന് കഴുകിയിട്ട് ആ വെള്ളവും കൂടി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിത് മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ബാറ്ററിൻ്റെ തിക്നെസ് നമുക്ക് മനസ്സിലാവുക കേട്ടോ. ഒരു 100 ഗ്രാം ബട്ടർ ഞാനിങ്ങനെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അതൊന്ന് അത്യാവശ്യം മെൽറ്റായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തേക്ക് അത്രയും തന്നെ അളവിൽ നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ബട്ടറും ഓയിലും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ ഉണ്ണിയപ്പം നമ്മൾ ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുവാണെങ്കിൽ. അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ച് നെയ്യെടുത്ത് നെയ്യിൻ്റെയും ഓയിലിൻ്റെയും മിശ്രിതം ഞാനിങ്ങനെ ഒരു കണ്ടെയ്നറിലോട്ട് മാറ്റി വെക്കുവാണ് കേട്ടോ. ഇനി നമുക്ക് ബാക്കി കുറച്ച് നെയ്യ് അതിനകത്തുണ്ട്. അതിനകത്തേക്ക് ഞാനിങ്ങനെ തേങ്ങാക്കൊത്ത് കുഞ്ഞായിട്ട് അരിഞ്ഞത് അതിനകത്തേക്ക് ഇങ്ങ് വറക്കുവാണ് കേട്ടോ. അത് അത്യാവശ്യം ഇങ്ങനെ മൊരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ അകത്തേക്ക് കറുത്ത എള്ളും വെള്ള എള്ളും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടങ്ങ് ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. ഇപ്പോൾ ഇത് ബട്ടറും എണ്ണയുടെയും കൂടി മിക്സ് ആയതുകൊണ്ടാണ് കേട്ടോ ഇതിങ്ങനെ ഇങ്ങനെ പതഞ്ഞ് വരുന്നത്. അല്ല, ഇപ്പം നമുക്ക് നെയ്യ് നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ടെങ്കിൽ നെയ്യ് എടുത്താലും മതി കേട്ടോ. ഇനി നമുക്ക് ആ ബാറ്ററിലോട്ട് നമുക്കിത് ചേർത്ത് കൊടുക്കാം. ഇപ്പം നെയ്യ് ആയതുകൊണ്ട് തന്നെ എനിക്കിത് കണ്ടത് പതഞ്ഞ് വരുന്നതുകൊണ്ട് എനിക്ക് അതിൻ്റെ നെയ്യ് ഇങ്ങനെ മാറ്റാനായിട്ട് പറ്റുന്നില്ല. അപ്പം നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറാനായിട്ട് നോക്കണം കേട്ടോ. ചൂടാറിയിട്ട് ഒഴിച്ചു കൊടുക്കുക. ഉണ്ടോ, ഇത്ര ഒളിഞ്ഞ്. ഇതിന് ശേഷം ഇത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇട്ട് ചൂടോടെ ഇടാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ബാറ്റർ ഇങ്ങനെ വെന്ത് പോണ പോലെ വരരുത്. നമുക്കിതൊന്ന് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടോ കണ്ടോ, അപ്പോൾ ആ തിക്നെസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? കണ്ടോ, ഈ ഒരു പരുവത്തിന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പം ഞാനിനി ചേർത്ത് കൊടുക്കുന്നത് ഒരു നുള്ള അളവിൽ ഉപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് സോഡാപ്പൊടി കേട്ടോ. സോഡാപ്പൊടി അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ എന്ന് പറയില്ലേ, അത് നമുക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. അതും ഇതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ എന്ന് പറയാം, അത്രയും ചേർത്ത് കൊടുക്കുക. ഇത് നമുക്ക് അരച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഉണ്ടാക്കാം കേട്ടോ. ഇത് കടുകിൻ്റെ അളവിൽ നമുക്ക് ഇത് ഓപ്ഷണലാണ്, നമുക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ. ഒരു കടുകിൻ്റെ അളവിൽ മാത്രമായിട്ട് പച്ചക്കർപ്പൂരം ഞാൻ അതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പച്ചക്കർപ്പൂരം കൂടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു കടുകിൻ്റെ അളവ് കേട്ടോ, അതിലും കൂടാൻ പാടില്ല. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡിയായി. ഇനി നമുക്ക് നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടി വെച്ച് കൊടുക്കുന്നത് ഇത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് കേട്ടോ. നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണെങ്കിൽ എളുപ്പത്തിൽ ഇതിങ്ങനെ പിടിക്കുകയൊന്നുമില്ല കേട്ടോ, നല്ല രീതിയിൽ പോരും. ഇനി നമ്മളുടെ ഓയിലിൻ്റെയും ബട്ടറിൻ്റെയും മിശ്രിതം ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് കുത്തിയെടുക്കാനായിട്ട് 2 പപ്പടം കുത്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫോർക്കോ എന്തെങ്കിലും എടുക്കുക കേട്ടോ. ഇനി നമുക്കിതിനകത്തേക്ക് ഇതുപോലെ ഓയിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ ഒരു ചൂട് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. എപ്പോഴും നമ്മൾ അത്യാവശ്യം ഒന്ന് ഓയിൽ ചൂടായതിന് ശേഷം മാത്രം നമ്മൾ ബാറ്റർ കോരി ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക.
ഞാനൊരു 10 വർഷമായിട്ട് ഈ സെയിം റെസിപ്പി തന്നെയാണ് കേട്ടോ ഞാൻ ഫോളോ ചെയ്യുന്നത്. കാരണം നമ്മൾ ഒരിക്കലും ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് വേറൊരു റെസിപ്പി നമുക്ക് ട്രൈ ചെയ്യാൻ തോന്നൂല കേട്ടോ. അത്രയ്ക്ക് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടാണ് കേട്ടോ ഈ ഉണ്ണിയപ്പം വരുന്നത്. അപ്പോൾ ദേ ചട്ടി ചൂടായിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇത് നികക്കിയ രീതിയിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതായത് ഒരുപാടങ്ങ് നിറഞ്ഞതായി പോവരുത്, എന്നാൽ ഭയങ്കരമായിട്ട് കുറഞ്ഞും പോരുത് കേട്ടോ. കാരണം ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കിത് മറിച്ചിട്ട് കഴിയുമ്പോൾ രണ്ട് സൈഡിലും ബോൾ പോലെ വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത് കുറച്ചൊഴിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അത് ബോൾ പോലെ വരില്ല കേട്ടോ. അതുകൊണ്ടാണ് അതൊരു നികക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ഒരുപാട് ഒഴിച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ പുറത്തേക്ക് സ്പ്രെഡ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് ഒരു പ്രാവശ്യം ഒഴിച്ച് നോക്കുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ നമ്മളിത് ഇട്ട് കഴിയുമ്പോൾ തന്നെ ഇതിങ്ങനെ ഒരു സൈഡിലോട്ട് ചരിഞ്ഞ് വരുന്നത് പോലെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അതേ ഞാനിങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. കാരണം അത് പുറത്തേക്ക് വരുന്നതൊക്കെ ഞാനിങ്ങനെ പതുക്കെ ആ പപ്പടം കുത്തിക്കൊണ്ട് ഉള്ളിലോട്ടാക്കി കൊടുക്കും. എന്നിട്ട് ഇത് ചരിഞ്ഞ് വരില്ലേ, ആ ഒരു രീതിയിൽ ഇതിനെ മറിച്ചിടും ഉണ്ടോ. ഇപ്പം നമുക്കൊരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു സ്പൂണോ ഒക്കെ വെച്ചിട്ട് നമുക്കിത് ചെയ്യാവുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ശരിക്ക് ഒരു സൈഡ് ഒന്ന് ഉറച്ച് വരുമ്പോൾ തന്നെ നമ്മളിത് മറിച്ചിടണം കേട്ടോ. എങ്കിലേ അത് രണ്ട് സൈഡും ബോൾ പോലെ വരുള്ളൂ കണ്ടോ. ഇത് നല്ല കണ്ടോ, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും, എങ്കിൽ പുറത്ത് നല്ല ക്രിസ്പി ആയിരിക്കും. അടിപൊളി ഉണ്ണിയപ്പം കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. ഈ ഗീയുടെയും എണ്ണയുടെയും കൂടി മിക്സിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഇതിനൊരു നല്ലൊരു ടേസ്റ്റ് ഈ ഉണ്ണിയപ്പത്തിനുണ്ട്. അപ്പോൾ ഇതുപോലെ ആരെങ്കിലും ഇങ്ങനെ ഉണ്ണിയപ്പം ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. ഇത് നമുക്കൊരിക്കലും ഫെയിലാവാത്തൊരു റെസിപ്പിയാണ് കേട്ടോ. കിലുകിലാന്നുള്ള നല്ല ഉണ്ണിയപ്പം, സൂപ്പർ ഉണ്ണിയപ്പം.